എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരങ്ങൾ. ഞാൻ വൈശാലി. ആർ.വി. ഡെൻ്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിൽ ബാച്ചിലർ ഓഫ് ഡെൻ്റൽ സർജറി 3-ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ ചെറിയ കുട്ടികളിൽ ദന്തശുചിത്വത്തിനെക്കുറിച്ച് ചില നുറുങ്ങുകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വശ്യമായ പാൽപുഞ്ചിരി കൊണ്ട് നമ്മുടെ മനസ്സിനെ മയക്കുന്നവരാണ് നമ്മുടെ കുഞ്ഞു കുട്ടികളെല്ലാം തന്നെ. വായിൽ കുഞ്ഞു കുഞ്ഞു പല്ലുകൾ വരാൻ തുടങ്ങുന്നത് മുതൽ അവർ കയ്യിൽ കിട്ടുന്നതെല്ലാം കടിച്ചു പറിക്കാനുള്ള ശ്രമം തുടങ്ങും. പിഞ്ചോമനകൾക്ക് കുഞ്ഞു പല്ലുകൾ വന്നു തുടങ്ങുമ്പോൾ മുതൽ അവയെ ആരോഗ്യത്തോടെയും വൃത്തിയോടെയും കാത്തു സൂക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. മുതിർന്നവർ പാലിക്കുന്ന അതേ രീതിയിൽ തന്നെ കുട്ടികളെയും ദന്തശുചിത്വം പാലിക്കാൻ പ്രാപ്തമാക്കേണ്ടത് പ്രധാനമാണ്. എത്ര ശ്രമിച്ചാലും കുട്ടികളുടെ പല്ലുകൾ കേടുവരുന്നു എന്നതാണ് ഒട്ടുമിക്ക രക്ഷിതാക്കളുടെയും പരാതി. കുട്ടികളുടെ പല്ല് പറഞ്ഞു പോകില്ലേ? കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ചെറുപ്രായത്തിൽ ദന്തശുചിത്വം പാലിച്ചില്ലെങ്കിൽ സ്ഥിരദന്തങ്ങളെ ബാധിക്കുമോ? മുതിർന്നവരെക്കാൾ കുട്ടികളിൽ ദന്താരോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണോ എന്നിങ്ങനെയാണ് രക്ഷിതാക്കളുടെ പ്രധാന സംശയങ്ങൾ. എന്നാൽ കുട്ടികളുടെ ദന്തശുചിത്വ കാര്യത്തിൽ രക്ഷിതാക്കൾ പഴയതിനേക്കാൾ ബോധവാന്മാരാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ കാര്യങ്ങൾ വരെ കുട്ടികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. ഇതിൽ ദന്തശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മുതിർന്നവരുടെ പല്ലുകളിൽ നിന്നും കുട്ടികളുടെ പല്ലുകളിൽ കാണപ്പെടുന്ന പലതരം വ്യത്യാസങ്ങളുണ്ട്. പല്ലിൻ്റെ പുറം പാളിയായ ഇനാമൽ പല്ലുകളിൽ വളരെ നേർത്തതാണ്. സ്ഥിരദന്തങ്ങളെക്കാൾ കട്ടി കുറവായതിനാൽ പല്ലുകൾ പെട്ടെന്ന് കേടുവരാൻ സാധ്യത കൂടുതലാണ്. കുട്ടികൾ മധുരം കൂടുതൽ കഴിക്കുകയും ബാക്ടീരിയകൾ ഇവ ഉപയോഗിച്ച് ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും പല്ലുകൾ ദ്രവീകരിക്കുകയും ചെയ്യുന്നു. ദന്തശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കുട്ടികൾ 2 വയസ്സ് വരെ രക്ഷിതാക്കളെ ആശ്രയിക്കുന്നു. ഈ ഘട്ടത്തിൽ വരുന്ന വീഴ്ചകൾ കുട്ടികളുടെ ദന്താരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഡെന്റിനോജെനസിസ് ഇംപെർഫെക്റ്റ, അമിലോജെനസിസ് ഇംപെർഫെക്റ്റ, ഇനാമൽ ഹൈപ്പോപ്ലേസിയ തുടർന്ന പാരമ്പര്യ ദന്താരോഗങ്ങൾ കുട്ടികളിലേക്ക് പകരുന്നു. മധുരം തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾക്ക് പ്രിയമാണ്. അവയെ തീർത്തും ഒഴിവാക്കൽ പ്രയാസകരമായതിനാൽ ഇത്തരം മധുര പലഹാരങ്ങളുടെയും മിഠായികളുടെയും ഉപയോഗം കുറയ്ക്കുക. മധുരം കഴിപ്പിച്ചാലുടനെ ബ്രഷ് ചെയ്യാൻ ശീലിപ്പിക്കുക. 2 നേരം യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ പല്ലു തേക്കാൻ ശീലിപ്പിക്കുക. 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളിൽ സ്വന്തമായി ബ്രഷിംഗ് പരിശീലിപ്പിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. കുട്ടികൾക്കായി ബ്രഷുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സോഫ്റ്റ് ബ്രിസിൽ ടൂത്ത് ബ്രഷുകൾ വേണം ഉപയോഗിക്കാൻ. രാത്രി കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യിപ്പിക്കുകയും ശേഷം ഭക്ഷണ പദാർത്ഥങ്ങൾ യാതൊന്നും കൊടുക്കാതിരിക്കുക. കുട്ടികളിൽ കണ്ടുവരുന്ന വായിലൂടെയുള്ള ശ്വസനം, പല്ലിറുമ്പൽ, കൈ കടിച്ചു പിടിക്കുക, നാവുകൊണ്ട് മേൽവരിയിൽ പല്ലുകളും മോണയും തള്ളുക എന്നീ ശീലങ്ങൾ കർശനമായി തടയുക. സ്ഥിരദന്തങ്ങളുടെ ക്രമീകരണത്തെ ഇവ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഉറങ്ങുന്ന സമയങ്ങളിൽ പാൽക്കുപ്പി കൊടുക്കാതിരിക്കുക. നഴ്സിംഗ് ബോട്ടിൽ കേരീസ് സിൻഡ്രോം എന്ന അസുഖത്തിൻ്റെ പ്രധാന കാരണവും ഇതാണ്. ഫാസ്റ്റ് ഫുഡ്, പാക്ഡ് സ്നാക്സ് എന്നിവ കുട്ടികൾക്ക് അധികം കൊടുക്കാതിരിക്കുക. ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം ഭക്ഷണശൈലികൾ നിയന്ത്രണം ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം നിരവധി അസുഖങ്ങൾ തടയുന്നു. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. ഇവയിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻസ്, കാൽഷ്യം, പൊട്ടാഷ്യം എന്നിവ പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ചയ്ക്ക് ഒരുപോലെ അനിവാര്യമാണ്. പെൻസിൽ, സൂചി, റബ്ബർ പോലത്തെ വസ്തുക്കൾ കടിക്കുന്ന ശീലം കുട്ടികളിൽ നിന്നും ഒഴിവാക്കുക. കേടുവരുന്ന പല്ലുകൾ ശ്രദ്ധിച്ചാൽ ഉടൻ ഡോക്ടറെ സമീപിക്കുക. പിന്നെ വേണ്ട ചികിത്സ ലഭ്യമാക്കുകയും വേണം. വേദന അനുഭവപ്പെടുമ്പോൾ മാത്രം ഡോക്ടറെ സന്ദർശിക്കുന്നത് അത്ര നല്ല ശീലമല്ല. ദന്താരോഗങ്ങൾ പ്രഥമഘട്ടത്തിൽ തന്നെ ചികിത്സപ്പെടുത്തി ഭേദമാക്കുന്നത് വളരെ നല്ലതാണ്. റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ് ശീലമാക്കുക. 6 മാസത്തിലൊരിക്കലെങ്കിലും കുട്ടികളുടെ ദന്താരോഗ്യം പരിശോധിക്കുന്നത് ഏറെ ഗുണകരമാണ്. കുഞ്ഞുങ്ങളെ ദന്താരോഗ്യ വിദഗ്ധൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുക എന്നത് മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കടമ്പയാണ്. പ്രത്യേകിച്ചും ഡോക്ടറും കുത്തിവെപ്പും ഒക്കെ കുട്ടികളുടെ മനസ്സിൽ പേടിയല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് തന്നെ പല്ലുവേദനയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ ഇതേക്കുറിച്ച് മിണ്ടാൻ പോലും മടിക്കുന്നു.
ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് കൃത്യസമയത്ത് കിട്ടേണ്ട ദന്താരോഗ്യ ചികിത്സകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി നിങ്ങളുടെ കുട്ടിയൊത്തുള്ള ദന്താരോഗ വിദഗ്ധൻ്റെ സന്ദർശനം വർഷത്തിൽ 1-2 തവണ എന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുക. കുട്ടികളിൽ ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ 13 വർഷം വരെ നിലനിൽക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ചെറുപ്പം മുതലേ ദന്തശുചിത്വം പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കളുടെ ചുമതലയാണ്.